ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വെണ്ടക്ക തക്കാളി ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ ഇത്രയും വെണ്ടക്ക എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ്. കുറച്ച് ചെറിയ സവാള ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 1 മതിയാവും. ഇത്രയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ട് വരാം. ഞാനെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി, വെണ്ടക്ക, സവാള, പച്ചമുളക്. പിന്നെ ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതായത് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ വെണ്ടക്ക തക്കാളി കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ചേർത്താൽ ഒരു പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അധികമൊന്നും ചേർക്കരുത്. ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പശപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. നല്ലതാണ് കേട്ടോ. ഇത് വെണ്ടക്ക തക്കാളി ഇട്ടിട്ട് നമ്മൾ തേങ്ങ വറുത്തരക്കാണ്ടാണ് വെക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കറിയാണ്. ഞാൻ വെണ്ടക്ക തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. വറുത്തരച്ച് നല്ല ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് വെണ്ടക്കയുടെ. വെണ്ടക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. ഈ കറിയും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 4 വെളുത്തുള്ളിയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എത്ര ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അത്രയും നല്ലതാണ്. നാടൻ കറിവേപ്പില കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കരിഞ്ഞു പോവാതെ നോക്കണേ. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒരു 5 പച്ചമുളക്, കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം. സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു 3/4 സ്പൂണ്, ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ്. ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ എണ്ണ ഉണ്ടായിരിക്കണം കേട്ടോ, വെളിച്ചെണ്ണ അതിലുണ്ടായിരിക്കണം. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ലേ. മൺചട്ടി ആയതുകൊണ്ടാണ് പറഞ്ഞത്. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി ഒന്ന് വെന്തൊടിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. തക്കാളി ഈ തൊലിയൊക്കെ ഒന്ന് ഇളകി വരണം, അത്രേ വേണ്ടുള്ളൂ. അതിന് വേണ്ടി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചൂടുവെള്ളം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ സവാള വാടാൻ വേണ്ടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ലാസ്റ്റ് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞ് തിളപ്പിക്കുമ്പോഴും ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, മൂടി വയ്ക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്കിതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതാ ഈ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അത് നമ്മൾ കറിയിൽ അവിടെ തക്കാളിയിലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകമാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം വളരെ കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കാം. എന്നാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. വെള്ളം കൂടുതലായാൽ അരഞ്ഞു കിട്ടത്തില്ല നന്നായിട്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇടയ്ക്കൊന്ന് മൂടിയെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതെ നോക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെന്തിനോ നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്താൽ പിന്നെ അധികം തിളച്ച് പോവാതെ നോക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അരപ്പൊന്ന് ഇതിലേക്ക് ഇളകി ചേർക്കണം കേട്ടോ. ഗ്രേവിയൊക്കെ ഇങ്ങനെ കുറുകിയിട്ട് വേണോ നല്ല ലൂസിൽ വേണോ എന്നൊക്കെ ആവശ്യമുള്ളതുപോലെ നമുക്ക് ചേർക്കാം. പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ, ചൂടുവെള്ളം ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ തിളക്കേണ്ട, ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ഇറങ്ങി തിളച്ച് വന്നാൽ മതി കേട്ടോ. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട്, പക്ഷേ ഈ വെളിച്ചം അടിച്ചിട്ടാണ് കേട്ടോ ക്യാമറയിൽ കളറ് കാണാത്തത്. നമ്മളിതിലേക്ക് വാളംപുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പുളിക്ക് പകരമാണ് തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി നമ്മളോട് കൂടുതലായിപ്പോയാലോ പുളി അധികമായിപ്പോയാലോ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ കണക്കായ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറലിടണം. കടുക് ഒക്കെ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അത് ചെയ്യാം. തീ ഒന്ന് കുറച്ച് വെക്കുകയോ ഓഫാക്കി വെക്കുകയോ ചെയ്യാം കേട്ടോ. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം.
ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 5-6 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അപ്പാടെ തന്നെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇതെല്ലാം ഇറങ്ങി കറിയിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തക്കാളി ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും സവാളയും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. നമുക്ക് ചോറിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ ഇത്. നല്ല കളറൊക്കെ ഉണ്ട്. പക്ഷേ ജനാലയുടെ വെളിച്ചം അടിക്കുന്നുണ്ടേ വീഡിയോയിൽ കാണാത്തത് കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഭംഗിക്ക് മാത്രമല്ല, ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് നമ്മുടെ കറിക്ക് കേട്ടോ. എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കറി. നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി ഒഴിച്ച് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. Thanks for watching.